നോക്കടി നോക്കടി ഇത്. കൊള്ളാം. എടി നമുക്ക് ഈവനിങ് ഒന്ന് മൂവിക്ക് പോവാമോ? എനിക്ക് ഒട്ടും വയ്യ. എപ്പോഴും വയ്യ. എന്തോന്ന് ഇത്? നിന്റെ കുറച്ച് സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ല. എപ്പൊ നോക്കിയാലും ഓക്കെ, സുഖമില്ല. എനിക്ക് ചുമയൊക്കെയാ കേട്ടോ, ഭയങ്കര റണ്ണി നോസ് ഒക്കെയാ. അതുകൊണ്ട് എടി കുറച്ചെങ്കിലും വിവരം ഉണ്ടാ? എന്തിന്? നീ ഈ ടിഷ്യൂ പേപ്പർ എടുത്ത് ഇവിടെ ഇട്ടത്? ടിഷ്യൂ പേപ്പർ തന്നെ ഉള്ളു. എടി ഏതാണ്ട് ഡസ്റ്റ്ബിൻ അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകളെ കൊണ്ട് ഒരു രക്ഷയില്ല. നാട്ടിൽ ആരും ഇപ്പൊ ഒന്നും വേസ്റ്റ് വലിച്ചെറിയാ. എടി പരിസ്ഥിതി മലിനീകരണം എന്ന് പറയണതേ ഓരോ ആളുകളുടെ ഉത്തരവാദിത്വമാണ്. അതിനാണ് ഡസ്റ്റ്ബിൻ അവിടെ വെച്ചിരിക്കുന്നത്. പരിസ്ഥിതി മലിനീകരണമൊക്കെ ഓക്കെ, പേപ്പർ ബയോഡിഗ്രേഡബിൾ ആണ്. നിനക്ക് എല്ലാത്തിനും ഉണ്ട് ഓരോ എക്സ്പ്ലനേഷൻ. ഇത് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല, ഇത് പ്യൂർ സയൻസ് ആണ്. സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ. ഓ വലിയൊരാള്. എടി നോക്കടി ഇങ്ങോട്ട്, അങ്ങോട്ട് നോക്ക്. ഒരു സൂപ്പർ ഫാമിലി അല്ലേ? നല്ല ക്യൂട്ട് കുഞ്ഞാവയും. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ ക്യൂട്ട് കുഞ്ഞാവേനെ മാത്രം മോള് കണ്ടോ? പിന്നെ എന്ത് കാണണം? ഓ കുഞ്ഞാവയുടെ അമ്മ കുഞ്ഞാവയുടെ ഡയപ്പർ എടുത്ത് തറയിലിട്ടത് കണ്ടില്ലായിരുന്നു? ഓ എടി നീ പറഞ്ഞ പോലെ ഒന്നുമല്ല. ഈ കുട്ടികളുള്ള ഫാമിലിയാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഡയപ്പറൊക്കെ ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടിഷ്യൂ പോലെ ഫാമിലിയിൽ എന്താ ഡിസ്പോസ് ചെയ്യാൻ പറ്റൂലേ? സയന്റിഫിക്കലി ഡിസ്പോസ് ചെയ്യാൻ ഇപ്പൊ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. എന്നാ പിന്നെ ചേച്ചി ഒരു മാർഗം പറഞ്ഞേ നോക്കട്ടെ. ഞാൻ കാണിച്ചു തരാം, നിക്ക്. ഇത് കണ്ടോ, ഇത് ഡിസ്പോസ്. ഇവര് ട്രിവാൻഡ്രത്തെ തന്നെ ഈ ജങ്കും സ്ക്രാപ്പും ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന സർവീസ് ചെയ്യുന്നതാ. ഓക്കെ, ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള കമ്പനിയാണ് ഇവരുടേത്. ഈ ഡയപ്പർ, സാനിറ്ററി നാപ്കിനും ഒക്കെ അവരുടെ കൊടുത്താൽ അവര് സയന്റിഫിക്കലി അത് ഡിസ്പോസ് ചെയ്യുമല്ലോ. ജസ്റ്റ് ഒന്ന് അവരുടെ കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്താൽ മാത്രം മതി. നൈസ് ആണല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ആ ചേച്ചിക്ക് കൊണ്ടൊന്നേ ഇതൊന്ന് പരിചയപ്പെടുത്തിട്ട് വരാം. പിന്നെന്താ.